അതെ, നമ്മൾ ഹീറോയിനെ നോക്കായിരുന്നു. ഛേ, എനിക്ക് തോന്നിയതാ ചുമ്മാ ഹീറോയി കറങ്ങാൻ അമ്മ മണ്ടയ്ക്ക് അടി അരിച്ചായിരുന്നു. മാറിയാതെ ബുക്ക് എടുത്ത് പഠിക്കുന്നത് നോക്കുന്നത് നിനക്ക് നല്ലത്. ഇങ്ങനെ പി ടി എസ് പറഞ്ഞിട്ട് ഓർഗനിരുന്ന ഓടി ബുക്ക് വായിക്കണ്ടേ എന്നെ മിയാനോട് വായൊക്കെ പറയായിരുന്നു. മിയ പോ അമ്മ എന്ന് പറയായിരുന്നു. അനെ മിയ ആ ബുക്കിൻ്റെ ടൈറ്റിൽ വായിക്കായിരുന്നു, വില്ലേജ് ഗേൾ ആൻഡ് പ്രൊഫസർ. ടൈറ്റിൽ നന്നായിട്ടുണ്ടോ എന്നെ മിയ പറഞ്ഞ് അവിടുന്ന് പോയായിരുന്നു. അതെ, മിയാക്കൊരു അറിയാത്തൊരു കാരണമുണ്ട് അതിൽ. അത് മിയാക്ക് അറിയില്ലായിരുന്നു. അതിലുള്ള സ്റ്റോറി മിയാൻ്റെ സ്റ്റോറിയാണ്. മിയാക്കൊന്നും ഓർമ്മ വന്നില്ലായിരുന്നു. നമ്മൾ ആറമ്മ ജിന്നക്ക് എല്ലാം ഓർമ്മ വന്ന് ജിന്ന് നെട്ടിയടിച്ചായിരുന്നു. അപ്പോൾ ഷുഗർട്ട് എന്താടാ പറ്റി? ഇല്ലടാ, എനിക്ക് ആ ഡ്രീം ഇപ്പോഴും വരുന്നുണ്ടടാ എന്ന് പറയായിരുന്നു. ഇല്ലടാ, ആ പെൺകുട്ടി കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് അവർ പറയായിരുന്നു. അത് ആറും പറയായിരുന്നു. ശരിടാ, ഞാൻ ബുക്ക് മൊത്തം വായിച്ചു കഴിഞ്ഞടാ, ഈ ഫോട്ടോ ഇതിൽ ക്ലിയർ ഇല്ല എന്ന് ആറും പറയായിരുന്നു. ഇല്ലടാ, നമ്മൾ കണ്ടിട്ടാ വില്ലേജിൽ പോയേ പറ്റൂ എന്ന് ആറും പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വില്ലേജിക്ക് ലീവ് എടുത്ത് അവർ വില്ലേജിക്ക് പോയിരുന്നു. ഹീറോയും അതേമാതിരി ആ വില്ലേജിക്ക് പോകാൻ വേണ്ടിയിട്ട് ബുക്കിൽ മാപ്പ് കണ്ടുപിടിച്ച് അതേ വില്ലേജിക്ക് പോയിരുന്നു. അങ്ങനെ 7 പേർ ഫസ്റ്റ് ആ വില്ലേജിൽ ഇറങ്ങി. 7 പേർ കണ്ടിട്ട് അതിലൊരു വയസ്സായ അങ്കിൾ ഷോക്കായിരുന്നു. അതൊരു അപ്പൂപ്പനായിരുന്നു. 7 പേരെ കണ്ടിട്ട് ഇങ്ങനെയായിട്ട് പറഞ്ഞ നിങ്ങൾ ഗ്രാമത്തിലെ വരെ ഇങ്ങനെയായിട്ട് ഒരാൾ വാങ്ങിയോണ്ട് വിളിച്ചായിരുന്നു. അതിലൊരാൾ വന്നായിരുന്നു. 7 പേർ കണ്ട് ഷോക്കായിരുന്നു. നിങ്ങൾ വീണ്ടും ജനിച്ചു വന്നു എന്ന് പറയാം. അതിലൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് വയസ്സുമായി. ആ കുട്ടികൾക്ക് കുറച്ച് ഓർമ്മ വന്നിരുന്നു. അങ്ങനെ വീണ്ടും ജനിച്ചു നിങ്ങൾ എന്ന് പറയായിരുന്നു. എന്താ എന്ന് പറഞ്ഞു. ആ കുട്ടികൾക്ക് പറഞ്ഞ അതെ, നിങ്ങളെ സ്റ്റോറിയല്ല എൻ്റെ ഗ്രാൻഡ് പ പറയായിരുന്നു, ഇതാ ബുക്ക് എന്ന് പറഞ്ഞു. ആ ബുക്കിൽ ഫോട്ടോത്തിലല്ല അവരുടെ ഫോട്ടോ, നിങ്ങളെ വീടാണ് എന്ന് പറഞ്ഞു. ഫോട്ടോസ് അല്ലേ കട്ടിയായിരുന്നു അവർ. അപ്പം ഞങ്ങളെ വൈഫിൻ്റെ ഫോട്ടോ, എൻ്റെ വൈഫിന് ഇതാണ് ഞങ്ങളെ റൂം അങ്ങനെ ഒരു പറയായിരുന്നു. വൈഫിൻ്റെ ഫോട്ടോ ഹീറോയിൻ്റെ ഫോട്ടോ ആയിരുന്നു. അവർ കണ്ടായിരുന്നു. അപ്പവർ ആറാം പറയായിരുന്നു കണ്ടുപിടിച്ചു, നമുക്കിപ്പോൾ ഓർമ്മ വന്നു എന്ന് പറഞ്ഞ് അവർ ഒരു മാസം ചെയ്തായിരുന്നു. വെളിയിൽ വന്നായിരുന്നു അവർ. അപ്പം ഒരു സൗണ്ട് കേട്ടായിരുന്നു. ഞാൻ ഒരു കാർ ഡ്രൈവർക്ക് വഴക്ക് പറയായിരുന്നു. മിയ, നിങ്ങൾ ഇനി ഇത്ര പണം എങ്ങനെ ഇവിടേക്ക് പറയാം, ഇത്ര പണമൊന്നും ആവില്ല എന്ന് മിയ വഴക്ക് പറയായിരുന്നു. നിങ്ങൾ എൻ്റെ പണം പറ്റിക്കരുതാന്ന് മിയ വഴക്ക് പറയായിരുന്നു. അപ്പം ജങ്കൊക്കെ വന്നായിരുന്നു. ജങ്കൊക്കെ ആരായി ഇവൾ വായി മുടില്ലല്ലോ കജാര പറയും ചോരിയ ചേര ചെറിയെന്ന്. ജങ്കൊക്കെ നോക്കും. ജങ്കൊക്കെ ഷോക്കായിരുന്നു. അപ്പോൾ ഇവൾ എന്ന് പറഞ്ഞ് നോക്കി. അതെ, കണ്ടുപിടിച്ച് ജിമ്മിനെ വിളിച്ചായിരുന്നു. ബാക്കി മെമ്പേഴ്സ് ജിമ്മിന് പോയാൽ ജിമ്മി വന്നു. എന്താടാ എന്ന് പറയായിരുന്നു. നോക്കായിരുന്നു. ജിമ്മി ഷോക്കായിരുന്നു. ബാക്കി മെമ്പേഴ്സിനെ വിളിച്ചോട് വന്നു. അവർ നോക്കും. ഷോക്കായിരുന്നു. ഹീറോയിനൊക്കെ ഷോക്കായിട്ട് നോക്കായിരുന്നു. അകത്ത് വന്നായിരുന്നു. അതിന് അവിടെ ഒരാൾ നോക്കിയായിരുന്നു. അവരും ഷോക്കായിരുന്നു. നിങ്ങളെ വൈഫല്ലേ എന്ന് പറയായിരുന്നു. അതിലൊരാൾ പറയായിരുന്നു. അങ്ങനെ കണ്ണ് കെട്ടായിരുന്നു ജങ്കുക്ക് ചെല്ലാണ്ടായിരുന്നു. അങ്ങനെ ഹീറോ വന്നായിരുന്നു. അങ്ങനെ ആരാങ്ങനെ അവർ ഫോട്ടോസ് തേടായിരുന്നു. അപ്പോൾ അവർ 7 വീഡിയോസും പറഞ്ഞ ഷോക്കാണ്, നിങ്ങൾ എന്താ സാർ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുമായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ ഹീറോയും കൂടെ ഇരുന്നായിരുന്നു. ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു ഇവരെല്ലാം ഡ്രീമിൽ വന്ന ഇവരെല്ലാവരും വരുന്നത്. അപ്പോൾ ഹീറോയും അവർ കൂടെ ഇരുന്നായിരുന്നു. ഹീറോയും ഇങ്ങനെ സിറ്റിക്ക് പോകുമ്പോൾ അപ്പോൾ ആറും പറയായിരുന്നു, ഞങ്ങൾ മാരേജ് കഴിക്കാം, ഞങ്ങൾ മാരേജ് പ്രപ്പോസ് ചെയ്തത്. ഹീറോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നവനിക്കായിരുന്നു. റോസ് വന്നായിരുന്നു. അതുകൊണ്ട് റോസ് ജ്യൂസ് കുടിച്ചായിരുന്നു. വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചായിരുന്നു. എന്താ എന്ന് ഷോക്കായിരുന്നു. പാവട മിയ അല്ല ജാസ്മിൻ പാവട ബണ്ണാന തിന്നുണ്ടായിരുന്നു. ജാസ്മിൻ വീട്ടിലൊക്കെ തുപ്പിയായിരുന്നു. പാവ ജാസ്മിൻ. അയ്യോ ചീ ബെർത്തിക്കട്ട അവളെ എന്തിൻ്റെ തുപ്പിയ. എടി മാരേജ് പ്രപ്പോസ് നിനക്കല്ലല്ല ആർക്ക് പ്രപ്പോസ് അത് പറഞ്ഞു. ബണ്ണാനോളും വീട്ടിൽ തുപ്പിയായിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് അത് ഹീറോ ചിരിച്ച് അക്സെപ്റ്റ് ചെയ്ത്. അങ്ങനെ അവർ മാരേജ് കഴിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആയിട്ട് അവർ ജോലിയായിട്ട് അവർ പറയായിരുന്നു. അപ്പോൾ ഹീറോ ചിരിച്ചിട്ട് പറയായിരുന്നു. അങ്ങനെ ഹീറോ നോവൽ 2ാം ഭാഗം ബുക്ക് ഹീറോ എഴുതിയിട്ട് റിലീസ് ചെയ്തായിരുന്നു. ഇങ്ങനെ വീണ്ടും വന്നു സീസൺ 2 എന്ന ബുക്കിന് ടൈറ്റിൽ ഹീറോ എഴുതി അയച്ചായിരുന്നു. ഇങ്ങനെ അവർക്കിപ്പോൾ നടന്ന സ്റ്റോറിയല്ല എഴുതി അയച്ചായിരുന്നു. ബുക്ക് റിലീസായിരുന്നു. ഹീറോയിൻ്റെ ബേബീസ് എല്ലാം വന്നായിരുന്നു. അതെ, ഹീറോയിൻ്റെ ബേബി വന്ന് കേൾക്കാം, മമ്മി എന്താ ചെയ്യുന്നത് അങ്ങനെ 7 ബേബീസ് വന്ന് ചോദിക്കായിരുന്നു. അങ്ങനെ ഹീറോ ചിരിച്ചാറ്. പിന്നെ ഒരു ബേബി ക്യാരിനുണ്ട് ഹീറോ പോയായിരുന്നു. അത് ഗേൾ ബേബിയായിരുന്നു. ഇപ്പോൾ ബേബീസ് വളർന്ന് വലുതായി 7 വയസ്സ് ബേബീസിക്ക്. ഇപ്പോൾ കുട്ടിക്ക് ബേബിക്ക് 3 വയസ്സ്. നമ്മൾ ഹീറോ ചിരിച്ചിട്ട് പറയായിരുന്നു, ബേബീസ് സ്റ്റോറി എങ്ങനെ ഉണ്ട് മമ്മി, സോറി സൂപ്പർ എന്ന് ബേബി സ്മൈൽ ചെയ്ത് പറയാം.